അലനല്ലൂർ ടൗൺ കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിൽ ലഹരി വിൽപ്പന സജീവം. മറ്റു ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ വന്ന് ലഹരി കൈമാറ്റം നടത്താറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ടൗണിൽ നിന്നും പോലീസ് പിടികൂടിയത് 19.39 ഗ്രാം MDMA. പോലീസും എക്സൈസും രാത്രികാല പരിശോധന ശക്തമാക്കണം. പരിശോധന കുറഞ്ഞതാണ് ലഹരി സംഘം ടൗണിൽ വിലസാൻ കാരണമെന്ന് പൊതുപ്രവർത്തകനും നാട്ടുകാരനുമായ റഷീദ് ആലായൻ പറഞ്ഞു. അലനല്ലൂർ ടൗണിലും പ്രാന്തപ്രദേശങ്ങളിലും രാത്രി 10 മണി കഴിഞ്ഞാൽ ലഹരി വിൽപ്പനയും ഉപയോഗവും വ്യാപകമായി നടക്കുന്നുണ്ടെന്നാണ് ആളുകളുടെ പരാതി. എന്നാൽ പേടി കാരണം ഇവരാരും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറായില്ല. ബാങ്ക് ജംഗ്ഷൻ പരിസരത്ത് വെച്ച് കഴിഞ്ഞ ദിവസം 2 യുവാക്കളിൽ നിന്നും 19.39 ഗ്രാം MDMA പോലീസ് പിടികൂടിയിരുന്നു. ഇത് പ്രദേശത്ത് വിൽപ്പനയ്ക്കായി എത്തിച്ചതെന്നാണ് വിവരം. രാത്രിയുടെ മറവിൽ MDMA, മദ്യം, കഞ്ചാവ് ഉൾപ്പെടെയുള്ളവയുടെ വിൽപ്പനയും ഉപയോഗവും വ്യാപകമായി ഈ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ടെന്ന് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ പറഞ്ഞു. ഞാൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ 5 വർഷം കൂടുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥിക്കും മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കും വോട്ടഭ്യർത്ഥിക്കലും വോട്ട് വാങ്ങലും മാത്രമാണ് പൊതുപ്രവർത്തകർ എന്ന് സമൂഹം തെറ്റിദ്ധരിക്കാതിരിക്കാൻ, ഇത്തരത്തിൽ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന, സമൂഹത്തിൽ വലിയ തോതിൽ നമുക്കൊന്നും ആലോചിക്കാൻ കഴിയാത്ത രീതിയിലാണ് വലിയ തോതിലുള്ള MDM ഉൾപ്പെടെയുള്ള വലിയ മയക്കുമരുന്ന് വിൽപ്പന അലനല്ലൂർ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. 2 വർഷം മുന്നേ ടൗൺ കേന്ദ്രീകരിച്ച് പോലീസിന്റെ പരിശോധന സ്ഥിരമുണ്ടായിരുന്നതിനാൽ ലഹരി സംഘം പിൻവാങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ പേരിന് പോലും പോലീസ് പരിശോധന നടത്താറില്ല. എക്സൈസിന്റെ പരിശോധനയും ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ലെന്നും റഷീദ് ആലായൻ പറഞ്ഞു. എല്ലാ മദ്യങ്ങളും അലനല്ലൂർ സുലഭമാണ്. ഏത് മദ്യം വേണമെങ്കിലും അലനല്ലൂർ സുലഭമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പോലീസിൻ്റെ പരിശോധന ഇല്ലായിട്ടാണ്. പോലീസിനെ മാത്രം പറയാൻ കഴിയില്ല. എക്സൈസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ശമ്പളം വാങ്ങുന്നതിന് എന്തെങ്കിലും ഒരു മാന്യമായ ഒരു ബാധ്യത നിറവേറ്റാൻ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരിടപെടലും സമീപകാലത്തുണ്ടായിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള വിഷയങ്ങളിൽ അന്ന് എക്സൈസിന് ഇടപെടേണ്ടി വന്നിരുന്നു. ഇപ്പോഴും തന്നെ ഈ വിഷയങ്ങളിലൊന്നും ഒരിടപെടലും പോലീസിൻ്റെ എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് തീരെയില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ കൃത്യമായി നടക്കേണ്ടതുണ്ട്. നല്ല പരിശോധന നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 1.5 വർഷം മുമ്പ്, ഏകദേശം 1.5-2 വർഷം മുമ്പ് നാട്ടുകൽ പോലീസിൻ്റെ വളരെ ക്രിയാത്മകമായ വിട്ടുവീഴ്ചയില്ലാത്ത ഈ MDM ഉൾപ്പെടെയുള്ള വിൽപ്പനയും അനധികൃതമായി കൊണ്ടുള്ള മദ്യവിൽപ്പനക്കുമുള്ള അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലിന് ഇവിടെ പരിഹാരം ഉണ്ടായിട്ടുണ്ട്, അന്ന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ നിന്നുപോലും ആളുകൾ ഇവിടെ വന്ന് ലഹരി കൈമാറ്റം നടത്താറുണ്ടെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, അലനല്ലൂർ. ഫോൺ 04924 262 427.